പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ജലവുമായി ബന്ധപ്പെട്ടും കുറച്ച് നാളുകളായി വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് പാകിസ്ഥാനിൽ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. മിന്നൽ പ്രളയം ഉണ്ടായിട്ടുണ്ട്. 240ലധികം പേരാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പലരെയും കാണാനില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നുണ്ട്? വളരെ മോശമാണ്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഈ ജലം ഇന്ത്യയിലെ 7 നദികളിലെ സിന്ധു ജലം അടക്കമുള്ള 7 നദികളിലെ ജലം പാകിസ്ഥാനിൽ കിട്ടുന്നതിന് തടസ്സം നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി. ഇനി ആ കരാർ നിലവിലില്ല. അപ്പോൾ ജലം കൊടുക്കുന്നത് ഇനി പതുക്കെ കുറച്ചു കൊണ്ടുവന്ന് സമ്പൂർണ്ണമായിട്ടും ഇന്ത്യ അത് അവസാനിപ്പിക്കും എന്ന മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ജലം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ജലലഭ്യത ഇല്ലാതാകും എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചൊരു വലിയ ഭീഷണിയാണ്. അങ്ങനെ ഇന്ത്യയുമായിട്ട് വലിയ തർക്കത്തിലും ഒക്കെ നിൽക്കുകയാണ്, പോർവിളികളിലൊക്കെ നിൽക്കുകയാണ്. ഈ സമയത്താണ് കഴിഞ്ഞ ജൂൺ മുതൽ പാകിസ്ഥാനിൽ വലിയ തോതിൽ ഈ പ്രളയം ഉണ്ടാകുന്നത്, മഴക്കെടുതി ഉണ്ടാകുന്നത്. ആ ജൂൺ തൊട്ട് ഇങ്ങോട്ട് ചെറുതും വലുതുമായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ പാകിസ്ഥാനിലുണ്ടായി. പ്രത്യേകിച്ച് ഈ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ. വടക്കു പടിഞ്ഞാറ് മാത്രം ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് 240ലധികം പേരുടെ മരണത്തിനിടയായിരുന്നു. ശരിയാണ്, 243 പേരുടെ മരണം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറെ കാണാതായവരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. വളരെ ഞെട്ടിക്കുന്ന ദാരുണമായ സംഭവമാണ് അവിടെ ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ വടക്കു പടിഞ്ഞാറ് പാകിസ്ഥാന്റെ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്? അത് ബലൂജ്, അതിനോട് അടുത്ത് വരുന്ന പ്രദേശങ്ങളാണ്. അതിന്റെ വെള്ളമില്ല ഇന്ത്യയുടെ അണക്കെട്ടുകൾ മിസൈൽ ഉപയോഗിച്ച് തകർക്കും എന്നൊക്കെയാണ്. അതിൽ ഉൾപ്പെടുന്ന ആ പ്രദേശമാണോ? അല്ല, അത് ഈ ഇങ്ങോട്ടാണ്. അത് പാകിസ്ഥാന്റെ കിഴക്കൻ പ്രദേശമാണ്. നമ്മുടെ കാശ്മീരും പഞ്ചാബുമായിട്ട് അതിർത്തി പങ്കിടുന്ന സിന്ധ്, പഞ്ചാബ് തുടങ്ങിയ പ്രവിശ്യകളാണ്. അതുപോലെ വടക്ക് കിഴക്കുള്ള പക്തൂൺ മേഖലയുണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയാണ്. അത് ബലൂചിസ്ഥാന് മുകളിൽ വരുന്ന സ്ഥലങ്ങളാണ്. അത് കൃത്യമായിട്ടും പറയുന്നത് ബാജൌർ, ലോവർ ഡിർ, അബോട്ടാബാദ്, ഗാസർ ഈ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. വലിയ കനത്ത നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. നിരവധി പേരെ കാണാനില്ല. 243 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറെ പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ജൂൺ മുതൽ അവിടെ നടക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ചും മഴക്കെടുതിയിൽ 360ലധികം പേര് ഇതുവരെ മരിച്ചിട്ടുണ്ട്. അപ്പം നിസ്സാര സംഭവമല്ല. ഈ പാകിസ്ഥാൻ വെള്ളമില്ല എന്ന് പറഞ്ഞിങ്ങനെ വലിയ ബഹളം കൂട്ടിക്കൊണ്ടിരുന്ന സമയത്താണ്, നമുക്കറിയാം, ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ തൊട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പഹൽഗാമും അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ വരുന്നത് ആ മാസങ്ങളിലാണ്. ഇപ്പം ജൂൺ മുതലാണ്. ജൂൺ 1-ാം തീയതി മുതലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഇതിപ്പോൾ ആഗസ്റ്റ് 15 കഴിഞ്ഞിരിക്കുന്നു, 16 ആയിരിക്കുന്നു. അല്ല, മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് നടന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെയുള്ള പ്രതിസന്ധികൾ ഇനിയല്ലേ ഉണ്ടാവുകയുള്ളൂ ഈ കർഷകരുമായി ബന്ധപ്പെട്ട്? അതോ ഉണ്ടായി കഴിഞ്ഞു? ഇല്ല, അത് പടിപടിയായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഈ നദീജല കരാറ് റദ്ദാക്കിയെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ നദികൾ വെള്ളം തടയാൻ സാധിക്കില്ല. അങ്ങനെ തടഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഈ കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ, കാശ്മീർ താഴ്വരയിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ അതിർത്തി പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ തടയാൻ, അതുപോലെ അങ്ങനെ തടയാൻ ഇന്ത്യക്ക് സാധിക്കില്ല. നമ്മൾ വലിയ നദിയല്ലേ, ഇതെന്ത് കൊണ്ടുവച്ച് നമ്മൾ തടയും? അപ്പോൾ അത് വളരെ ആസൂത്രിതമായിട്ട് അണക്കെട്ടുകൾ കെട്ടി വെള്ളം ശേഖരിച്ച് കുറേശ്ശെ അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്തി മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നീണ്ട വർഷങ്ങളെടുക്കും. അത് ഭാഗികമായി ഇപ്പോൾ പാകിസ്ഥാനെ അത് ചെറിയ തോതിൽ ബാധിച്ചു തുടങ്ങും. പിന്നീട് ചില നദികളിൽ ഇപ്പോൾ തന്നെ തടയുന്നുണ്ടല്ലേ? കാരണം ചെറിയ നദികളിൽ തടയുന്നുണ്ട്. അവരെ അറിയിക്കാതെ ജലം തുറന്നുവിടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അറിയിക്കാതെ ജലം തുറന്നുവിടുന്ന സാഹചര്യമുണ്ട്. ചെറിയ ടണലുകളും ഒക്കെ കെട്ടി ജലം വഴിതിരിച്ചു വിടുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഭീകരതയോട് സന്ധിയില്ല.
ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും സന്ധിയില്ല, അവരുമായിട്ട് സൗഹൃദവുമില്ല, അവരും ശത്രുപക്ഷത്ത് തന്നെയാണ്, അവരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ മിസൈലും ബുള്ളറ്റും കൊണ്ട് മാത്രമല്ല ആക്രമിക്കാൻ സാധിക്കുന്നത്, മറ്റു പല രീതിയിലും ആക്രമിക്കാൻ സാധിക്കും. അതിലൊരു രീതിയാണ് ഈ വെള്ളം തടയുന്നതിലൂടെ ഇന്ത്യ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വെള്ളം തടഞ്ഞപ്പോൾ അപ്പുറത്ത് ഈ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഈ സിന്ധിലും പഞ്ചാബിലുമാണ് പാകിസ്ഥാൻ്റെ കാർഷിക മേഖല നിലനിൽക്കുന്നത്. അവിടെയാണ് ഈ ബലൂജ് പ്രവിശ്യയിൽ ഈ പറയുന്നത് പോലെ അത് ഒരു വരണ്ടുണങ്ങിയ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവിടെ ഈ വലിയ തോതിൽ ഖനനം, അവിടെ ധാതു സമ്പത്തുകളുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിൽ ഉണ്ടോ എന്ന സംശയമുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷെ ക്രൂഡ് ഓയിൽ ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ കരാറിലെത്തിയിട്ടുണ്ട്. കരാറിലൊക്കെ എത്തിയിട്ടുണ്ട്. അത് ഈ അമേരിക്കയുടെ തന്ത്രമല്ലേ ഇതൊക്കെ? ഇത് ഈ പാകിസ്ഥാനാണോ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയല്ലേ? ഇന്ത്യയെ അവരുടെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഈ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത്? അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സൂത്രപ്പണികളല്ലേ ഈ കരാറുകളും ഈ സഹകരണവും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇറാനെ ബുദ്ധിമുട്ടിക്കാൻ പാക് മണ്ണിൽ നിന്ന് അമേരിക്ക ശ്രമിക്കുന്നു. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ധാതു സമ്പത്തുക്കൾ അടങ്ങിയത് കൊണ്ട് അവിടെ വലിയ തോതിൽ ഖനനം നടത്തി ഇത് കുഴിച്ചെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ സ്വർണത്തിൻ്റെ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ പൊട്ടിപ്പൊളിഞ്ഞ് വിഷം വാങ്ങി തിന്നാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ, അങ്ങനെ വിഷം വാങ്ങി തിന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനി ഖനനമൊന്നും സാധിക്കില്ല. അതിനവർ സൗദി ഒരു കമ്പനി രൂപീകരിച്ചിട്ട് അത് സൗദി അറേബ്യയിലെ ഒരു കമ്പനിയുമായിട്ട് അവിടുത്തെ ഭരണകൂടവുമായിട്ട് സഹകരിച്ച് അവിടുത്തെ ഈ സൗദി അറേബ്യയിലെ മുസ്ലിം രാഷ്ട്രങ്ങളിലെ കമ്പനികളെല്ലാം നമുക്കറിയാം, അത് അവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന. അങ്ങനെ അത്തരം ഒരു കമ്പനിയുമായിട്ട് സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. പക്ഷെ സൗദി വഴങ്ങുന്നില്ല. അവർക്ക് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു നിക്ഷേപം പാകിസ്ഥാനിൽ നടത്തിയിട്ട് അതിൻ്റേതായ രീതിയിലുള്ള ബെനിഫിറ്റ്, ലാഭം അവർക്ക് വേണം. അതില്ലാതെ പാകിസ്ഥാനെ വളർത്താൻ വേണ്ടിയിട്ട് സൗദിയുടെ പണം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ചർച്ചകൾ നടക്കുകയാണ്. അതൊരു ഡീലിലെത്തിയിട്ടില്ല, ഒരു ധാരണയിലെത്തിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിലാണ് ഈ ധാതു സമ്പത്ത് കിടക്കുന്നത്. അതെങ്ങനെയെങ്കിലും കൊള്ളയടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അവിടെ ഈ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്യാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ദമ്പിടിയില്ല. അപ്പോൾ പിന്നെ അതുള്ള ആരെങ്കിലും ആശ്രയിച്ച് അവരിവിടെ വന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സമ്പത്ത് എടുക്കുന്നു. അത് അവർ കൊണ്ടുപോയി വിറ്റ് പണമാക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാനും കൊടുക്കും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അതിനകത്തൊക്കെ വലിയ അഴിമതിയും കാര്യങ്ങളും നടക്കും. ഈ പറയുന്നത് പോലെ പാകിസ്ഥാന് വലിയ നേട്ടമൊന്നും അതിനകത്ത് പ്രതീക്ഷിക്കേണ്ട, വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട, അത് പാകിസ്ഥാനും അറിയാം. കൂനിന്മേൽ കുരു എന്ന പോലെയാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുന്നത്, വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം ആൾക്കാർ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം വയനാട് സംഭവിച്ച ദുരന്തം, അതിൻ്റെ തീവ്രത, അതുണ്ടാക്കിയ ആഘാതം ഒക്കെ നമുക്ക് നല്ലവണ്ണം കേരളത്തിന് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അത് സമാനമായൊരു ദുരന്തമാണ് ഈ പാകിസ്ഥാൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ ആൾനാശവും വസ്തുവകകൾക്ക് നാശവും ജനങ്ങളുടെ സ്വത്തുവകകൾക്ക്, സ്ഥാവരജംഗമ വസ്തുക്കൾക്കൊക്കെ നാശം നേരിട്ടിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ 2.5 മാസമായിട്ട് തുടരുന്ന ഈ പ്രകൃതിക്ഷോഭം ഏതാണ്ട് 360-ലധികം ആൾക്കാരുടെ ജീവൻ കവർന്നിട്ടുണ്ട്. ഭരണകൂടത്തിനും അവിടുത്തെ സൈന്യത്തിനും മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ വലിയ വെല്ലുവിളിയാണ് ഈ പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ആ ആഘാതത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ പരിശ്രമം, അതുപോലെ വിദേശ രാജ്യങ്ങളുടെ സഹായം, ഇതൊക്കെ വേണം അവിടെ. അതൊക്കെ എത്ര കണ്ട് അവിടേക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതൊക്കെ ലഭിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര അനുകൂലമായിട്ട് മറ്റ് രാഷ്ട്രങ്ങൾ അവരെ സഹായിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. തുർക്കിയും ചൈനയും പിന്നെ ഇപ്പോൾ അമേരിക്കയും ആണ് അവരുടെ വെൽ വിഷേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അത് തന്നെ ഈ പറയുന്നത് പോലെ ഇവരെല്ലാവരും ഈ ഇത്രയും വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ അയച്ച് സഹായിക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം
പാകിസ്ഥാൻ വെള്ളത്തിന് വേണ്ടി മുറവിളി കൂട്ടിയിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സർവത്ര വെള്ളം, വെള്ളം വെള്ളം സർവത്ര വെള്ളം, എന്നാൽ കുടിക്കാൻ ഒരിറ്റ് ജലമില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ചെന്നെത്തിയിരിക്കുകയാണ്.